ഹലോ നമസ്കാരം. പല AI ടൂളുകളെയും കൃത്യമായിട്ടുള്ള ഉപയോഗം നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഫുള്ളി പൊട്ടൻഷ്യൽ ഉപയോഗിക്കാൻ കുറേ ആളുകൾക്ക് സാധിക്കുന്നില്ല. പറയുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ റീസെൻ്റ് ആയിട്ട് ഞാൻ ജെമിനിയുടെ ലൈവ് ഇൻട്രാക്ഷൻ വെച്ചിട്ട് ഒരു കാര്യം ചെയ്തു. ഇത് കണ്ട എൻ്റെ സുഹൃത്ത് വളരെ ക്യൂരിയസ് ആയിട്ട് എന്നോട് ചോദിച്ചു, ഇത് വെച്ചിട്ട് ഇതും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതായത് അവൻ ഭയങ്കര അത്ഭുതപ്പെട്ടു. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ കുറേ ആളുകൾക്ക് കുറേ AI ടൂളുകളുടെ ഫുള്ളി പൊട്ടൻഷ്യലിൽ അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറെൻറ്റ് യൂസ് കേസുകൾ അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫുള്ളി പൊട്ടൻഷ്യൽ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കുന്നത് ജെമിനിയുടെ ലൈവ് ഇൻട്രാക്ഷൻ വെച്ചിട്ട് നമുക്ക് നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന 11 യൂസ് കേസുകളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല കോണ്ടെക്സ്റ്റുകളിലും നമുക്ക് ലൈവ് ഇൻട്രാക്ഷൻ ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ ആ ഉപകാരങ്ങൾ ഏതൊക്കെയാണ്, ആ സിറ്റുവേഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഓരോ ഐഡിയാസാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് ഒന്നുകൂടി എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ലാംഗ്വേജ് പഠിക്കാൻ ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റും, കുക്കിങ്ങിൻ്റെ സ്ഥലത്ത് ഇതെങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും, നമ്മളൊരു ടീച്ചറായിട്ട് ഇതിനെങ്ങനെ കണക്കാക്കാൻ പറ്റും, മെൻറ്ററായിട്ട് എങ്ങനെ കണക്കാക്കാൻ പറ്റും, അങ്ങനെ അനേകം 11 ഡിഫറെൻറ്റ് യൂസ് കേസുകളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളുമായിട്ട് സംവദിക്കുന്നുണ്ട്. നമ്മുടെ കോണ്ടന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കാം. അപ്പം നമുക്ക് ഒന്നാമത്തെ യൂസ് കേസ് നോക്കിയേക്കാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഈ ലൈവ് ഇൻട്രാക്ഷൻ ഫംഗ്ഷന് ആപ്പിൽ മാത്രമുള്ളൂ ലഭ്യമായിട്ടുള്ളത്, വെബ്സൈറ്റിൽ അവൈലബിൾ അല്ല. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആപ്പ് എന്ത് ചെയ്യണം, ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് പഠനത്തിന് ഈ ഒരു ടൂൾ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളതാണ്. അതായത് ഏതൊരു ഭാഷാ പഠനത്തിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്താ, നിരന്തരമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകൾക്ക് ഇംഗ്ലീഷ് ഭാഷയൊക്കെ പഠിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അവർ നേരിടുന്നൊരു പ്രശ്നം എന്താ വെച്ചാൽ നിരന്തരമായിട്ട് സംവദിക്കാനൊരു ലാംഗ്വേജ് പാർട്ട്ണർ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ജെമിനിയുടെ ലൈവ് ഇൻട്രാക്ഷൻ വെച്ചിട്ട് പരിഹാരം കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇതിനെ ഒരു ലൈവ് ഇൻട്രാക്ട് ചെയ്യാവുന്ന ഒരു ലാംഗ്വേജ് പാർട്ണറായിട്ട് ഇതിനെ കണക്കാക്കാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇത് ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, മറ്റ് അനേകം ഭാഷകൾ, ഹിന്ദി, ഉറുദു, കന്നഡ, തമിഴ്, അങ്ങനെ ഏത് ഭാഷയും നമ്മൾക്ക് ഇത് വെച്ചിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഈ AI വെച്ചിട്ട് എങ്ങനെ ഭാഷ പഠിക്കാം എന്നുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് ആ വീഡിയോ കാണാവുന്നതേ ഉള്ളൂ. അപ്പം ഇവിടെ ജെമിനി ഓപ്പൺ ചെയ്യുക. ഇവിടെ താഴെ നമ്മൾക്ക് കാണാൻ പറ്റും ഇവിടെ ലൈവ് ഇൻട്രാക്ഷൻ ഫംഗ്ഷൻ. ഇത് വെച്ചിട്ടാണ് നമ്മളിത് എന്ത് ചെയ്യുന്നത്, സംവദിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഈ ഒരു ടൂളിനെ ഒന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് പാർട്ട്ണറായിട്ട് കണക്കാക്കാൻ പറ്റും. അതായത് കാഷ്വലായിട്ട് നമ്മളൊരു പാർട്ട്ണറോട് എങ്ങനെ സംസാരിക്കുന്നത് ആ നിലയ്ക്ക് ഇതുമായിട്ട് സംവദിക്കാൻ പറ്റും. രണ്ടാമതായിട്ട് നിങ്ങൾക്കിപ്പോൾ ഭാഷ ഗ്രാമർ പഠിപ്പിച്ചിരുന്നൊരു ടീച്ചറായിട്ട് നിങ്ങൾക്ക് ഇതിനെ കണക്കാക്കാൻ പറ്റും. അങ്ങനെ അനേകം യൂസ് കേസുകളുണ്ട് ഇതിൻ്റെ കീഴിലായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താ വെച്ചാൽ ഇതിനൊരു ലാംഗ്വേജ് പാർട്ട്ണറായിട്ട് എങ്ങനെ കണക്കാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ ശ്രമിക്കുകയാണ്, ഇതിൻ്റെ ഒരു ഹെൽപ്പ് ചോദിക്കുകയാണ്. ഹലോ, ഞാൻ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ ശ്രമിക്കുകയാണ്, ഞാൻ കേരളത്തിലുള്ള ഒരാളാണ്. അപ്പോൾ എനിക്കെന്താ വെച്ചാൽ നീ എന്നോട് ഒരു ലാംഗ്വേജ് പാർട്ട്ണറായിട്ട് സംസാരിക്കണം. എൻ്റെ ഹോബിനെ കുറിച്ച്, എൻ്റെ ഡേയെ കുറിച്ചിട്ട് അങ്ങനെ ഓരോന്നും നീ എന്നോട് ചോദിക്കാം. ഇംഗ്ലീഷിൽ ചോദിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ മലയാളം കൂടി പറയണം, കാരണം എനിക്ക് ഇംഗ്ലീഷ് അത്രത്തോളം ഗുഡ് അല്ല. Definitely. I'd be happy to be your language partner. So, to start, what are some of your hobbies? നിങ്ങളുടെ ഹോബികൾ എന്തൊക്കെയാണ്? I like reading, I like trekking, I like swimming. These are my hobbies. That's wonderful. വായന, ട്രക്കിംഗ്, നീന്തൽ ഇവയാണല്ലേ നിങ്ങളുടെ ഹോബികൾ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി ഏതാണ്? My favorite hobby is reading. Reading. That's lovely. ഇപ്പോൾ ഇവിടെ ഞാൻ എന്താ വെച്ചാൽ ഇതിനൊരു ലാംഗ്വേജ് പാർട്ട്ണറായിട്ടാണ് കണക്കാക്കി. ഇനി നിങ്ങൾക്ക് ഇതിനെ ഡിഫറെൻറ്റ് രീതിയിൽ ഒരു ഇംഗ്ലീഷ് ടീച്ചറായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പറയുന്ന ഇംഗ്ലീഷിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തി തരുന്ന ഒരാളായിട്ട് ഇതിനെ കണക്കാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജ് പഠിക്കാൻ നിങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. രണ്ടാമത്തെ യൂസ് കേസ് എന്ന് പറഞ്ഞാൽ നമുക്കിതിനൊരു പോഡ്കാസ്റ്റ് രീതിയിൽ ഇതിനെ കണക്കാക്കാൻ പറ്റും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു പോഡ്കാസ്റ്റ് കാണാൻ ശ്രമിക്കുമ്പോൾ നേരിടുന്ന പ്രശ്നം എന്ന് വെച്ചാൽ അവർ പല കാര്യങ്ങൾ സംവദിക്കും. നമ്മൾക്ക്
നമുക്ക് ഉപകാരമുള്ള കാര്യം ആവില്ല ചിലപ്പോൾ എല്ലാ സമയങ്ങളും സംവദിക്കുക. അപ്പോൾ നിങ്ങൾ കാറിലോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴോ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ട സബ്ജക്റ്റിൽ പോഡ്കാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനോട് ചോദിക്കാവുന്നേ ഉള്ളൂ. പോഡ്കാസ്റ്റിൻ്റെ ആ ഒരു ടോപ്പ് ലെവലിൽ എത്തൂല, അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഞാനെന്താ വെച്ചാൽ എനിക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രസംഗിക്കാനുള്ള കഴിവ് വേണം, എങ്ങനെ നല്ല എൻ്റെ കമ്മ്യൂണിക്കേഷൻ കൂട്ടാൻ പറ്റുക എന്നറിയണം. അപ്പോൾ ഇതിനോട് ഞാൻ ചോദിച്ചു നോക്കണം, ഒരു പോഡ്കാസ്റ്റ് രീതിയിൽ എന്നോട് പറഞ്ഞു തരുമോ എന്നുള്ളത് ചോദിച്ചു നോക്കണം. ഇവിടെ തന്നെ നമുക്ക് പോഡ്കാസ്റ്റിൽ നമ്മളൊരു സംവദിക്കുന്ന ഒരാളും ഇവർ മറ്റേ ആളുമായിട്ട് നമുക്ക് അങ്ങനെയും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അനേകം യൂസ് കേസുകളുണ്ട് ഇവിടെ തന്നെ. അപ്പോൾ ഞാൻ അതിനോട് ചോദിച്ചു നോക്കണം, എനിക്ക് നന്നായിട്ട് പ്രസംഗിക്കണം എന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തെല്ലാമാണ് ഒരു പ്രസംഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ, എങ്ങനെ നല്ല പ്രാസംഗികനാകാം തുടങ്ങിയ കാര്യങ്ങൾ എനിക്ക് ഒരു പോഡ്കാസ്റ്റ് രൂപേണ നിനക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാമോ? തീർച്ചയായും ഒരു മികച്ച പ്രസംഗം നടത്താൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പോഡ്കാസ്റ്റ് തയ്യാറാക്കാൻ ഞാൻ സഹായിക്കാം. അതിൽ പ്രസംഗത്തിന്റെ വിവിധ ഘടകങ്ങൾ, എങ്ങനെ നല്ല പ്രാസംഗികനാകാം എന്നതിനെക്കുറിച്ചുള്ള നുറുങ്ങുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്താം. നിങ്ങൾക്ക് എന്താണ് പ്രധാനമായും അറിയേണ്ടത്? എനിക്ക് എല്ലാം അറിയണം, ഓരോന്നായിട്ട് എനിക്ക് പറഞ്ഞു തരണം നീ. ശരി, നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. ആദ്യം ഒരു പ്രസംഗത്തിന്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? എനിക്കറിയില്ല, നീ തന്നെ പറഞ്ഞു തരണം. പ്രസംഗത്തിന്റെ പ്രധാന ഘടകങ്ങൾ അറിയുകയാണ്. ആമുഖം. ഇതേപോലെ നമ്മൾക്കൊരു പോഡ്കാസ്റ്റ് നിർമ്മിക്കാൻ പറ്റുമെന്നുള്ളതാണ് രണ്ടാമത്തെ യൂസ് കേസ്. മൂന്നാമത്തെ യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനൊരു മെൻറ്ററായിട്ട് കണക്കാക്കാൻ പറ്റും. മെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല ആവശ്യങ്ങൾക്ക്, ഇപ്പോൾ ഒരു പേഴ്സണൽ മെൻറ്റർ വേണം, അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി മെൻറ്റർ വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറ്റിംഗ് മെൻറ്റർ വേണം, ട്രെയിനർ വേണം. ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഇതിനെ കണക്കാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു മൂന്നാമത്തെ യൂസ് കേസ്. ഇപ്പോൾ നമ്മുടെ ഒരു ചുറ്റുപാട് പരിശോധിച്ച് കഴിഞ്ഞാൽ കുറേ ആളുകൾക്ക് മാനസിക ആളുകളുണ്ടാവും. അപ്പോൾ അവർ മിക്ക ആളുകളും ഡോക്ടറെ അടുത്ത് പോകലും അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട ആളുകളുടെ അടുത്ത് പോകലും കുറവാണ്. എന്നാൽ ഇത് നമ്മൾ ചാറ്റ്ജിപിടിയോട് ഡോക്ടർ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചോദിക്കുമ്പോൾ പറയില്ല ഞാനൊരു ഡോക്ടറല്ല, അപ്പോൾ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം എന്ന് പറയില്ല. അപ്പോൾ ഇത് ഒരു ഒഫീഷ്യലായിട്ട് നിങ്ങളിതിനെ പരിഗണിക്കരുത്, ഞാനൊരു ഐഡിയ മാത്രം പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നിങ്ങൾക്കൊരു നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ക്യാരക്ടർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനൊരു മെൻറ്ററായിട്ട് കണക്കാക്കിയിട്ട് അതിനെ പോസിറ്റീവായിട്ട് മാറ്റാൻ പറ്റും. ഇപ്പോൾ എനിക്കൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, എനിക്കൊരു പേഴ്സണൽ മെൻറ്റർ വേണം, എൻ്റെ ലേസിനെസ് അല്ലെങ്കിൽ ഫോക്കസ് കുറവിന് ഒരു പരിഹാരം ചോദിക്കണം. അപ്പോൾ മെൻറ്ററായിട്ട് തന്നെ കണക്കാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ലൈവ് ഇൻട്രാക്ഷൻ ഓണാക്കി. നീ എൻ്റെ ഒരു പേഴ്സണൽ പ്രൊഡക്ടിവിറ്റി മെൻറ്ററായിട്ട് പ്രവർത്തിക്കണം. പറയാൻ കാരണം എന്താ വെച്ചാൽ, എനിക്ക് എൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ പലപ്പോഴും ഡിസ്റ്റർബ്ഡ് ആണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്ന് ഒരു മെൻറ്റർ എന്ന നിലയ്ക്ക് പറഞ്ഞു തരാമോ? തീർച്ചയായും. ഒരു മെൻറ്റർ എന്ന നിലയിൽ നിങ്ങളുടെ ഫോക്കസും പ്രൊഡക്ടിവിറ്റിയും കൂട്ടാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇവയാണ്: വ്യക്തമായ ലക്ഷ്യങ്ങൾ നിർവചിക്കുക, സമയബന്ധിതമായി പ്രവർത്തിക്കുക, ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്നവയെ ഒഴിവാക്കുക. കൃത്യമായിട്ടുള്ള ലക്ഷ്യം നിർണ്ണയിക്കുക. കൃത്യമായ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കാൻ നിങ്ങൾക്ക് ചില മാർഗങ്ങൾ ഉപയോഗിക്കാം. സ്മാർട്ട് ടെക്നിക് പരീക്ഷിച്ചു നോക്കൂ. അതായത്, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തവും അളക്കാവുന്നതും നേടാവുന്നതും അപ്രായോഗികമല്ല. അതായത് ഇവിടെ എന്താ വെച്ചാൽ, നമുക്ക് അത് പറഞ്ഞിരുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഫർദർ ആയിട്ട് നമ്മളുടെ ലൈഫ്, അതായത് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ചോദിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇത് പറഞ്ഞൊന്ന് ഫോക്കസ് നമ്മൾ ഫോൺ മാറ്റി വെക്കണം, അപ്പോൾ എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇതിന് ഞാൻ എന്ത് ചെയ്യാം. അപ്പോൾ ആ നിലക്ക് നിങ്ങൾക്ക് ഇതിന് പരിഹാരം കാണാൻ പറ്റും. ഞാനിങ്ങനെ പറയുന്നതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഒരു ഡോക്ടറെ അടുത്തോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളുടെ അടുത്തോ പോകുന്നില്ലെങ്കിൽ നിങ്ങളുടെ മാനസിക പ്രശ്നം, നിങ്ങൾക്ക് ഒരു മാനസികമായിട്ട് എന്തെങ്കിലും ഡൗൺ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അത് കൂടി വരികയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊന്നും കൂടി ചിലപ്പോൾ റിലാക്സ്ഡ് ആകാൻ ചിലപ്പോൾ ദിസ് ഈസ് ഹെൽപ്ഫുൾ ആകും. ബട്ട് ഒരിക്കലും ഇതൊന്നും അവലംബിക്കരുത്. നിങ്ങൾക്ക് ഏറ്റവും നല്ല മറ്റ് രീതികൾ നിങ്ങൾ അവലംബിക്കാൻ എന്ത് ചെയ്യണം, ശ്രമിക്കണം. മൂന്നാമത്തെ യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനൊരു ടീച്ചറായിട്ട് കണക്കാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇപ്പോൾ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് മാനോ പ്രൊഫഷണൽസോ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്സ്റ്റോ PDF-കളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൻ്റെ ഈ ഒരു ക്യാമറ ഓൺ ആക്കിയിട്ടുള്ള ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഞാനൊരു ബയോളജിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് കാണിച്ചിട്ടുണ്ട്. ഇനി ഇതെന്താണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പറയാണ്.
ഈ ഒരു ഭാഗം എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാമോ? ഓ, ആ ഭാഗത്ത് നമ്മുടെ ശരീരത്തിലെ പേശികളെക്കുറിച്ചാണ് പറയുന്നത്. പേശികൾ എങ്ങനെയാണ് സങ്കോചിക്കുന്നതും വിശ്രമിക്കുന്നതും അതുപോലെ തന്നെ അത് നമ്മുടെ ശരീരചലനങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നൊക്കെയാണ് അതിൽ പ്രതിപാദിക്കുന്നത്. ഞാനത് കുറച്ചുകൂടി വിശദമായി പറഞ്ഞു തരട്ടെ? പറഞ്ഞു തരൂ. അപ്പോൾ ഇതേപോലെ പല കാര്യങ്ങളും നമുക്ക് ഇതിനോട് ചോദിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ 4ാമത്തെ യൂസ് കേസ്. 5ാമത്തെ യൂസ് കേസ്, ഇപ്പോൾ നമ്മൾ മരുന്നൊക്കെ വാങ്ങിച്ചാലോ അല്ലെങ്കിൽ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാലോ അവർ തരുന്ന പ്രിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ മരുന്നോ നമുക്കിത് ഇതിൻ്റെ തന്നെ മരുന്നാണോ, നമുക്ക് പ്രിസ്ക്രിപ്ഷനിൽ തന്ന മരുന്ന് തന്നെയാണോ ഇത്, ഈ മരുന്ന് എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നുള്ള അങ്ങനെ അനേകം കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് പരിഹാരം കാണാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് എൻ്റെ അടുത്ത് ഒരു മരുന്നുണ്ട്. ഇതൊരു ആയുർവേദ മരുന്നാണ്. അപ്പോൾ ഇത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഇതിനോട് ചോദിച്ചു നോക്കുകയാണ്. ഇതിൻ്റെ ക്യാമറ ഓൺ ആക്കിയിട്ടാണ് ചോദിക്കുന്നത്. ഇവിടെ ക്യാമറ ഓണാക്കി. ഈ ഒരു മരുന്ന് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുക എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാമോ? ആയുർവേദ മരുന്നായ താലീസപത്രാദി വടകമാണല്ലോ ഇത്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ? അതെ, പറഞ്ഞു തരൂ. ഈ മരുന്ന് പ്രധാനമായും ദഹനക്കേട്, ചുമ, ശ്വാസതടസ്സം തുടങ്ങിയവയ്ക്ക് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒന്നാണ്. നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക അസുഖത്തിനാണോ ഇത് വേണ്ടത്? ഇതേപോലെ നമ്മൾക്ക് മരുന്നോ പ്രിസ്ക്രിപ്ഷൻസോ മരുന്നോ ഒക്കെ നമുക്ക് ചോദിച്ചിട്ട് നമ്മൾ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ 5ാമത്തെ യൂസ് കേസ്. 6ാമത്തെ യൂസ് കേസ് പറഞ്ഞാൽ നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ ഒക്കെ പോകുമ്പോൾ 2-3 പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഏത് പ്രൊഡക്റ്റാണ് എനിക്ക് ഏറ്റവും യോജിച്ചത് എന്ന് അറിയാത്ത നമ്മൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾക്ക് ഈ ഒരു ലൈവ് ഇൻട്രാക്ഷൻ്റെ വീഡിയോ ഓൺ ആക്കിയിട്ടുള്ള ഫംഗ്ഷൻ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫേസ് വാഷുകൾ സ്ക്രീനിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനോട് ചോദിക്കുകയാണ് എനിക്ക് എൻ്റെ സ്കിന്നിന് ഏറ്റവും പറ്റിയ ഒരു ഫേസ് വാഷ് ഏതാണെന്ന് ചൂസ് ചെയ്ത് തരുമോ എന്നുള്ളതാണ്. അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ നിനക്ക് കാണിച്ചു തന്ന ഫേസ് വാഷുകളിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഫേസ് വാഷ് ഏതാണെന്ന് പറഞ്ഞുതരാമോ? എൻ്റെ ഒരു ഡ്രൈ ഒക്കെ ആയിട്ടുള്ളൊരു സ്കിന്നാണ്. അപ്പോൾ ആ ഒരു സ്കിന്നിന് പറ്റിയ ഫേസ് വാഷ് ഏതാണ്? ഡ്രൈ സ്കിന്നിന് ജെന്റിൽ ആയിട്ടുള്ള ഒരു ക്ലെൻസറാണ് ആവശ്യം. സെറാവി ഹൈഡ്രേറ്റിംഗ് ക്ലെൻസർ, അതുപോലെ ന്യൂട്രിജീനയുടെ ഡീപ് ക്ലീൻ ഫേഷ്യൽ ക്ലെൻസർ തുടങ്ങിയവ ഉപയോഗിച്ച് നോക്കൂ. ഇവ ചർമ്മത്തെ കൂടുതൽ വരണ്ടതാക്കാതെ വൃത്തിയാക്കാൻ സഹായിക്കും. നിങ്ങൾക്ക് ഇവയെക്കുറിച്ച് കൂടുതൽ അറിയണോ? അതായത് അതിൽ തന്നെ നമ്മൾ നിർദ്ദേശം കൊടുത്തില്ല ഏറ്റവും നല്ലത് ഏതാണെന്നുള്ളത് നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഇതേപോലെ ഞാൻ നേരത്തെ നിങ്ങളോട് തുടക്കത്തിലേ പറഞ്ഞതാണ്, ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഐഡിയാസാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്കിത് എങ്ങനെയെല്ലാം വൈഡറായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഡിഫറെൻറ്റ് യൂസ് കേസുകൾ നിങ്ങൾക്ക് കിട്ടും. 7ാമത്തെ യൂസ് കേസ് എന്ന് പറഞ്ഞാൽ നമുക്കിതിനൊരു കുക്കിങ്ങിന് ഹെൽപ്പറായിട്ട് കണക്കാക്കാൻ പറ്റും എന്നുള്ളതാണ്. പല സമയങ്ങളിലും കുറേ ആളുകൾക്ക് കുക്കിംഗ് അറിയില്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും എപ്പോഴും ചെയ്യുന്നതാണ്, നമ്മൾ യൂട്യൂബ് വീഡിയോ ഓണാക്കി വെക്കും, അതായത് വീഡിയോ ഓണാക്കി വെക്കും മുന്നിൽ, എന്നിട്ട് നമ്മൾ കുക്കിംഗ് തുടങ്ങും. അപ്പോൾ നമ്മൾ ബാക്കിലേക്ക് അടിക്കണം, അങ്ങനെ കുറേ റിസ്ക്കിയാണ് യൂട്യൂബ് വാച്ച് ചെയ്തിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഇവിടെ നമുക്കെന്താ വെച്ചാൽ ഇതിൻ്റെ ലൈവ് ഇൻട്രാക്ഷൻ ഓണാക്കിയിട്ട് ക്യാമറ ഓണാക്കി വെച്ചിട്ട് നമ്മൾ കുക്കിംഗ് ഉള്ള സാധനങ്ങൾ കാണിച്ചു കൊടുത്താൽ അത് കൃത്യമായിട്ട് നമുക്ക് ഇൻസ്ട്രക്ട് ചെയ്ത് തരും. ഇപ്പോൾ അത് ആയിട്ടുണ്ട്, ഇനി നമ്മൾ അതിലേക്ക് എപ്പോഴാണ് ഉപ്പ് ആഡ് ചെയ്യേണ്ടത്, അങ്ങനെ കൃത്യമായിട്ട് ഇതിന് പറഞ്ഞുതരാൻ പറ്റും എന്നുള്ളതാണ്. അത് വീഡിയോ ക്യാമറ ഓണാക്കിയിട്ട്. ഇനി ലൈവ് ഇൻട്രാക്ഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിനോട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു എക്സാമ്പിൾ ലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് റിസോഴ്സ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എന്താണ് കുക്ക് ചെയ്യാൻ പറ്റുകയെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കട്ടെ. ഹലോ, എൻ്റെ അടുത്ത് എനിക്ക് കുക്ക് ചെയ്യണമെന്ന് ആവശ്യമുണ്ട്. എൻ്റെ അടുത്ത് ഒരു കോഴിമുട്ടയുണ്ട്, ഒരു തക്കാളിയുണ്ട്, ഒരു ഉള്ളിയുണ്ട്, പിന്നെ ചോറും ഉണ്ട്. എന്താണ് എനിക്കിത് വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞുതരാമോ? അയ്യോ, ഇവ ഇത്രയും സാധനങ്ങൾ വെച്ചുണ്ടാക്കാവുന്ന ഏറ്റവും നല്ലൊരു ഡിഷാണ് എഗ് റൈസ്. മുട്ടയും തക്കാളിയും ഉള്ളിയും അരിഞ്ഞത് വഴറ്റിയെടുത്ത് അതിലേക്ക് ചോറും കുറച്ച് മസാലകളും ചേർത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയെന്നാണ്. ഈ റെസിപ്പി ഞാൻ പറഞ്ഞു തരട്ടെ? ഇത് വേണ്ട, ഇത് ഞാൻ കേരളത്തിലുള്ള ആളാണ്, നമ്മൾക്ക് പറ്റുന്ന ഏതെങ്കിലും ഒന്ന് പറഞ്ഞുതരാമോ? ചോറിലേക്കൊരു ഉപ്പേരി രൂപേണ. ഓക്കെ, കേരളത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഉപ്പേരിയാണല്ലേ. മുട്ടയും തക്കാളിയും ഉള്ളിയും വെച്ച് നമുക്കൊരു അടിപൊളി മുട്ടത്തോരൻ ഉണ്ടാക്കാം. ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. റെസിപ്പി ഞാൻ പറഞ്ഞു തരട്ടെ? ഓക്കെ, പറഞ്ഞു തരും.
അപ്പോൾ ഇതേപോലെ നമുക്കൊരു കുക്കിംഗ് ഹെൽപ്പറായിട്ട് ഈ ജെമിനിയുടെ ലൈവ് ഇൻട്രാക്ഷൻ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. അടുത്ത 8ാമത്തെ യൂസ് കേസ് എന്ന് പറയുന്നത് നമുക്കൊരു തർജ്ജമ ചെയ്തു തരുന്ന ഒരു ട്രാൻസ്ലേറ്ററായിട്ട് ഇതിനെ കണക്കാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ, അറബി സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന, ഹിന്ദി സംസാരിക്കുന്ന നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവർ സംസാരിക്കുന്ന അതേ സ്പോട്ടിൽ തന്നെ ഇതിന് നമുക്ക് ലൈവായിട്ട് നമ്മുടെ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് തരാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഒരു യൂസ് കേസ് ഞാനിവിടെ ചെയ്ത് നോക്കുകയാണ്. ഞാൻ ഇംഗ്ലീഷിൽ ഒരാൾ എന്നോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് തരുമോ എന്നുള്ളത് ചോദിച്ചു നോക്കുകയാണ്. ഓക്കെ, എൻ്റെ കൂടെ ഒരാൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ആളാണ്, പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, എനിക്ക് മലയാളം മാത്രമേ അറിയൂ. നീ എനിക്കത് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുമോ? തീർച്ചയായും ഞാൻ നിങ്ങളെ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ സഹായിക്കാം. നിങ്ങൾക്ക് എപ്പോഴാവശ്യമുണ്ടെങ്കിലും എന്നോട് പറയാം. നമുക്ക് ആരംഭിക്കാം. ഹലോ മൈ ഡിയർ ഫ്രണ്ട്, ഹൗ ആർ യു? ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം, ഐ ഡിഡ്ന്റ് സീ യു. ഹലോ പ്രിയ സുഹൃത്തെ, നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? കണ്ടിട്ട് എത്ര നാളായി. അപ്പോൾ ഇതേപോലെ നമുക്ക് ഏത് നാട്ടിൽ പോയി കഴിഞ്ഞാലും ഒരു ട്രാൻസ്ലേറ്ററായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. അടുത്തത് എന്താ വെച്ചാൽ 9ാമത്തെ യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ മൈക്രോസോഫ്റ്റ് വേർഡോ അല്ലെങ്കിൽ എക്സലോ അല്ലെങ്കിൽ ക്യാൻവേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത്, കമ്പ്യൂട്ടറിൽ മാത്രമല്ല എവിടെയെങ്കിലും നമുക്കൊരു എറർ ഫീൽ ചെയ്യുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഒരു ഹെൽപ്പറായിട്ട് ഇതിനെ കണക്കാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനിവിടെ ക്യാൻവ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എനിക്കൊരു റെക്റ്റാങ്കിൾ വരയ്ക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ ഇതിനോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് ഇതിൻ്റെ റെക്റ്റാങ്കിൾ വരയ്ക്കുക എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിവിടെ ക്യാൻവ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കിതിലൊരു റെക്റ്റാങ്കിൾ വരയ്ക്കണം എന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് റെക്റ്റാങ്കിൾ വരയ്ക്കുക എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാമോ? ക്യാൻവസിൽ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ ഇടതുവശത്തുള്ള ടൂൾ ബാറിൽ നിന്ന് എലമെന്റ്സ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിൽ ഷേപ്സ് എന്ന വിഭാഗത്തിൽ നിന്ന് റെക്റ്റാങ്കിൾ ഷേപ്പ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത് വെച്ചിട്ട്, അതായത് നമുക്കിനി നമ്മൾ ഇപ്പോൾ കുറേ ആളുകൾ പ്രൊഫഷണൽസൊക്കെ എക്സൽ ഷീറ്റുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ പല കൺഫ്യൂഷൻസ് ഉണ്ടാവും. എങ്ങനെ ഇതിൻ്റെ സമ്മ് കണ്ടെത്താം, ഇതെങ്ങനെ കണ്ടെത്താം. അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ലൈവ് ഇൻട്രാക്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിന് പരിഹാരം കാണാൻ പറ്റും എന്നുള്ളതാണ് 9ാമത്തെ യൂസ് കേസ്. 10ാമത്തെ യൂസ് കേസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നിങ്ങൾ ഫോണിലാണ് എന്തെങ്കിലും ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ ഹെൽപ്പ് ആണെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക, അതിന് ഇവിടെ ലൈവ് ഇൻട്രാക്ഷൻ ഓൺ ആക്കിയിട്ട് ഇതിന് സ്ക്രീൻ ഷെയറിംഗ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ PDF അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ക്യാൻവ ഉപയോഗിക്കുന്നത് ഈ ഒരു ഫോണിലാണ്, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻ ഷെയറിങ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഓൺ ആക്കി കഴിഞ്ഞാൽ സ്ക്രീൻ ഷെയറിങ് ഇവിടെ ഈ ഒരു ബട്ടൺ വെച്ചിട്ടാണ് നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് 10ാമത്തെ യൂസ് കേസ്. 11ാമത്തെ യൂസ് കേസ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ തമിഴ്നാടോ കർണാടകയ്ക്കോ പോകുന്ന സമയത്ത് അവിടെ പല സൈൻ ബോർഡുകളും മറ്റു ഭാഷയിലായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൂൾ വെച്ചിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ക്വിക്കായിട്ട്. അപ്പോൾ ഞാനിവിടെ കന്നഡയിലാണെന്ന് തോന്നുന്നു, കന്നഡയിലല്ല ഏതോ ഒരു ഭാഷയിൽ. അപ്പോൾ ഞാനിതിൻ്റെ ക്യാമറ ഓൺ ആക്കിയിട്ട് ചോദിക്കുകയാണ്, ഈ ഒരു സൈൻ ബോർഡിൽ എന്താണ് എഴുതിയിട്ടുള്ളത് എന്ന് പറഞ്ഞുതരാമോ? ആ ബോർഡിൽ തുർത്ത് നിർഗമനം എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിനർത്ഥം അടിയന്തര നിർഗമനം അല്ലെങ്കിൽ എമർജൻസി എക്സിറ്റ് എന്നാണ്. നിങ്ങൾക്ക് അപ്പം നമുക്കെന്ന് വെച്ചാൽ ഈ ആവശ്യങ്ങൾക്കും, അതായത് നമ്മൾക്ക് ഇത്തരത്തിലുള്ള സൈൻ ബോർഡ് ട്രാൻസ്ലേഷൻ ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു ലൈവ് ഇൻട്രാക്ഷൻ ഫംഗ്ഷൻ ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ ജെമിനിയുടെ ഈ ഒരു ലൈവ് ഇൻട്രാക്ഷൻ വെച്ചിട്ടുള്ള 11 യൂസ് കേസുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.